ഷീനാസ് വീട്ടിലേക്ക് ഏവർക്കും സാധാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ട് വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് കറങ്ങാൻ പോയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ 2 ഗസ്റ്റ് കൂടിയുണ്ട്, റിങ്കോക്കിയും മീനസും. അപ്പോൾ നമ്മൾ എല്ലാവരുമായിട്ടാട്ടോ കറങ്ങാൻ പോകുന്നത്. അപ്പം നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോയാണ്. ആദ്യം നമുക്ക് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് പോകാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയാണ്. അപ്പോൾ റിങ്കോക്കെ ഉണ്ട്. ഞങ്ങളെല്ലാവരും പുറകിലാട്ടോ ഇരുന്ന്. എനിക്ക് ഏറ്റവും ഇഷ്ടം പുറകിൽ ഇരിക്കാനാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഇരിക്കുകയാണ്. മീനിക്കുട്ടനും ഉണ്ട്. അപ്പോൾ അച്ഛനും അമ്മയും ഫ്രണ്ട് ഇരിപ്പട്ടെ. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ള ഒരു ഹോട്ടൽ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ നേരെ പോയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം ചിറ്റേനെ നമുക്ക് റിങ്കോക്കനെ മീനിക്കുട്ടനെ നമുക്ക് വീട്ടിൽ കൊണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ഹോട്ടൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടി. അപ്പോൾ നമ്മൾ ഫോറം മാളിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കടയിലാണ് നമ്മൾ കയറിയത്. ആ കടയുടെ പേര് ഞാൻ പറയാം കേട്ടോ. ഞാൻ മറന്നുപോയി. ഞാൻ ഇപ്പം തന്നെ പറയാം അതിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ കേട്ടോ ഫോറം മാൾ. നമുക്ക് കാണാൻ പറ്റും ഫോറം മാൾ. അപ്പോൾ ഹോട്ടലിൻ്റെ പേര് എംപയർ റെസ്റ്റോറൻറ്റ് എന്നാണ്. അടിപൊളിയാട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഇവിടെ നിന്നാണ് കഴിക്കാറുള്ളത്. അടിപൊളിയാട്ടോ, ഭയങ്കര തിരക്കാണ്, എന്നാലും നല്ല അടിപൊളി ഫുഡൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയ കാറയിൽ ഞങ്ങളെല്ലാവരും വന്ന് ഇറങ്ങിയൊക്കെയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി അകത്ത് പോയിട്ട് വേണം ഫുഡൊക്കെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് കഴിക്കാൻ. അപ്പോൾ ഞങ്ങൾക്ക് എറണാകുളത്ത് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ അതുവഴി നമ്മൾ ചിറ്റേനെയും മീനിക്കുട്ടനെയും വിളിച്ചുകൊണ്ട് നമ്മൾ നേരെ കറങ്ങാൻ പോകാമെന്ന് കരുതി. അങ്ങനെയാണ് ഞങ്ങൾ ഹോട്ടലിലായിട്ട് വന്നത്. അപ്പോൾ അക്ക കേട്ടോ, ഇതാണ് പാറൂക്ക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് തലയൊക്കെ ഇട്ട് പൊക്കൊണ്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഹോട്ടലിലായിട്ട് പോയാണ്. അപ്പോൾ അടിപൊളി കേട്ടോ, വെറൈറ്റി ഫുഡ്സൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അകത്തായിട്ട് കയറിയാണ്. അപ്പോൾ ചിറ്റ അവിടെ നിന്നൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. ചിറ്റക്ക് യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ, NJR എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ചിറ്റേനെ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് നമ്മളെ കൂടി സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു സീറ്റിലാണ് ഇരുന്നത്, പിന്നെ നമ്മൾ അപ്പുറത്തോട്ട് മാറി കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെയാണ് ഇരുന്നത്. അടിപൊളിയായിട്ടോ, അവിടുത്തെ ഇൻറ്റീരിയലൊക്കെ അടിപൊളിയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ എപ്പോഴും കയറാനുള്ള സ്ഥലം കൂടിയാണ് കയറിയത്. അപ്പം നമ്മൾ എന്തൊക്കെ വേണം ഓർഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ മീനിക്കുട്ട ചുമ്മാ ശല്യപ്പെടുത്തിക്കൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. ചുമ്മാ വെറുതെ ഇരിക്കുകയല്ലേ, അപ്പം ചുമ്മാ ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഞാൻ മീനിക്കുട്ടിന് ഫോൺ കാണുക കേട്ടോ, മീനിക്കുട്ടിന്. അപ്പോൾ നമ്മൾ വെള്ളം എടുക്കുകയാണ്. മീനിക്കുട്ടിന് വെള്ളം വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ എടുത്ത് കുടിച്ചു. ഉടനെ തന്നെ എനിക്ക് ഭയങ്കര ദാഹിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഉടനെ എടുത്ത് വെള്ളം കുടിച്ചു. നമ്മളൊരു ക്രീമി സൂപ്പ് ഓർഡർ ചെയ്തായിരുന്നു, ചിക്കൻ സൂപ്പ്. അടിപൊളിയായിരുന്നു ഗൈസ്. ഞങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ വന്നപ്പോൾ അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ചിക്കൻ സൂപ്പാണ് അന്ന് ഓർഡർ ചെയ്തത്. അടിപൊളിയാണ് ചിക്കൻ സൂപ്പും എല്ലാം അടിപൊളിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അന്നില്ലായിരുന്നു ക്രീമി സൂപ്പ്. അപ്പം നമ്മൾ ഇന്ന് ചോദിച്ചപ്പോൾ അവർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഓർഡർ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കി. അടിപൊളിയായിട്ടോ. പാർക്കൊക്കെ ആദ്യമേ കുടിച്ച് ഞാൻ അവിടെ നിന്ന് പതുക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരമാണ് നമ്മുടെ മെയിൻ സാധനങ്ങൾ വന്നത് ഗൈസ്. ഇത് പലതരം ചിക്കൻ്റെയും ബീഫിൻ്റെയൊക്കെ ഐറ്റംസും ഉണ്ട്. പിന്നെ മീനുണ്ടായിരുന്നു കേട്ടോ, മീനൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നീമിൻ്റെ ഇത് ഓർഡർ ചെയ്തായിരുന്നു ഗൈസ്. എൻ്റെ വയറ് ഭയങ്കരമായിട്ട് ഫുള്ളായി. എല്ലാം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, അടിപൊളിയായിരുന്നു. ഒന്നിനൊന്ന് ടേസ്റ്റ് കൂടുതലായിരുന്നു എല്ലാത്തിനും. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. എൻ്റെ വയറൊക്കെ ഫുള്ളായി ഗൈസ്. മറ്റേ ലൈം ജ്യൂസ് കൂടി കുടിച്ചപ്പോൾ എൻ്റെ വയറ് തീർന്നു, ഫുള്ളായി. അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ വണ്ടിയിലോട്ട് പോയി ചിറ്റേനെയും മീനിക്കുട്ടനെയൊക്കെ ആക്കണം വീട്ടിൽ കൊണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേര് മീനിക്കുട്ടനും കുഞ്ഞൊക്കെയും ഞാനും കൂടി ആദ്യമേ വണ്ടിക്കകത്ത് കയറിയിരിപ്പുണ്ടായിരുന്നു. ഞങ്ങൾ അച്ഛൻ ബില്ല് ചെയ്യാൻ വേണ്ടി പോയപ്പോഴേ ഞങ്ങൾ അകത്ത് കയറിയിരിപ്പുണ്ടായിരുന്നു ഗൈസ്. എന്താണ് കേട്ടോ, ഇതാണ് ഗൈസ് കുഞ്ഞൊക്കെ മുഖം കാണിക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെയൊക്കെ കാണിച്ചത്. അങ്ങനെ നമ്മൾ പോവുകയാണ്, ചിറ്റേനെ ആക്കാൻ വേണ്ടി പോയാണ്.
അപ്പോൾ നമ്മൾ മറ്റേ ജീരകയില്ലേ ഗൈസ്, എൻ്റെ അക്കക്ക് ഭയങ്കര ഇഷ്ടമാണ് ജീരകം. അപ്പോൾ അക്കക്ക് ജീരകമൊക്കെ എടുത്ത് കൊടുത്ത് അക്കാട് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ചിറ്റനാക്കാൻ വേണ്ടി പോയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നേരെ ഒരു കാര്യം വിട്ടുപോയി. നമ്മളോട് ചിറ്റനും വരാമെന്നും പറഞ്ഞിരുന്നതാണ്. പക്ഷേ ചിറ്റൻ എന്തോ കാരണം കൊണ്ട് വരാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ചിറ്റന് വേണ്ടി മന്തി മേടിച്ചിട്ടാട്ടോ നമ്മൾ പോണത്. അപ്പോൾ അല്ലെങ്കിൽ ചിറ്റനും ഉണ്ടായിരുന്നേനെ നമ്മുടെ കൂടെ. പക്ഷേ ചിറ്റന് എന്തോ ഒരു കാരണം വരാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് ചിറ്റൻ വരാഞ്ഞത്. അപ്പോൾ നമ്മൾ നേരെ ചിറ്റനെ ആക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. You melt the ice behind my stone cold eyes. I turn to ashes, but only just sometimes. Inhale your smoke, but you still act surprised. It's not my fault when we end up capsized. You call me crazy now, but you don't understand. I'm calling out to you. Can you hear a thing? അപ്പോൾ ഗൈസ് നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ബാക്കിലത്തെ സീറ്റ് നമ്മൾ മടക്കി ഇട്ടു ഗൈസ്. അപ്പോൾ മീനിക്കുട്ടൻ കുറച്ച് പാവയൊക്കെ എടുത്തുകൊണ്ടാണ് വന്നത്. അപ്പോൾ പാവനെയൊക്കെ ഞാൻ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ അടുത്ത്. ഇത് മീനിക്കുട്ടൻ്റെ ഒരു പട്ടിക്കുട്ടിയാണ് ഗൈസ്. ഒരു കുഞ്ഞ്, ഞങ്ങൾ തിരുപ്പതിക്ക് പോയപ്പോൾ ഞങ്ങളെ മീനിക്കുട്ടനെ മേടിച്ചു കൊടുത്ത പാവയാണത്. അപ്പോൾ ഞങ്ങൾ പുറകെ ഇരുന്ന് യോ യോ എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ ഇട്ട് ഞങ്ങൾ പോയാണ്. ഞങ്ങൾ പാട്ട് ഫുൾ സൗണ്ടിലൊക്കെ ഇട്ടാൽ പിന്നെ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്ത് ഗൈസ്. പിന്നെയാണ് ആലോചിച്ചോ നിങ്ങൾക്ക് കൂടി കാണണമെന്ന് ഓർത്തിട്ട് പിന്നെ ഞാൻ ഓൺ ചെയ്തു. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് കളിയാണ് ഫുള്ളും. അപ്പോൾ അക്ക കേട്ടോ വീഡിയോ എടുക്കണത്. ഞാൻ ഫുള്ള് മീനിക്കുട്ടനും കുഞ്ഞൊക്കെ ആയിട്ടൊക്കെ പുറകെ ഇരുന്ന് ഫുള്ള് കളിയാണ്. അപ്പോൾ നമ്മൾ ചിക്കനെ ആക്കി മീനിക്കുട്ടനാണെങ്കിൽ ഓടിപ്പോയി ഗൈസ്. മീനിക്കുട്ടനെ വീഡിയോയിൽ കാണണമെന്നും പറഞ്ഞിട്ട് ഓടിപ്പോയി. അപ്പോൾ ഞങ്ങളത് ചിറ്റേനെയും മീനിക്കുട്ടനെയൊക്കെ വീട്ടിൽ കൊണ്ടാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ചിറ്റൻ വന്നിട്ടില്ലായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ചിറ്റനെ കൂടി കാണിച്ചു തന്നെ. അപ്പോൾ ചിറ്റൻ വന്നിട്ടില്ലായിരുന്നു കേട്ടോ. എന്തിനോ വേണ്ടി ചിറ്റൻ പോയേക്കായിരുന്നു. അപ്പോൾ ചിറ്റൻ പോയത് കൊണ്ടാണ് കേട്ടോ നിങ്ങളെ കാണിക്കാനത്. അപ്പോൾ ഞങ്ങൾ ടാറ്റ പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ അമ്മ വണ്ടിക്കകത്തോട്ട് കയറണ ഗൈസ്. അങ്ങനെ മീനിക്കുട്ടൻ. അപ്പോൾ പിന്നെ അവിടെ മറ്റേ വേപ്പിലയുടെ മരം ഇല്ലേ ഗൈസ്, അത് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഇവിടെ വേപ്പില വെച്ചിട്ട് വാടിപ്പോയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ അവിടുന്ന് വേപ്പിലയുടെ ഇലയൊക്കെ പറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഹൈഫൈയൊക്കെ തന്ന് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ തന്നിട്ടാട്ടോ പോയത്. അപ്പോൾ ഞങ്ങൾക്ക് ഹൈഫൈയൊക്കെ തന്നിട്ടുണ്ട്. കുഞ്ഞൊക്കെ ഹൈഫൈയൊക്കെ ടാറ്റ പറഞ്ഞ് നമ്മുടെ വീട്ടിലായിട്ടാണ് പോകുന്നത് ഗൈസ്. അതേ നമ്മൾ ടാറ്റ പറയാണ് അവരോട്. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. I'm reaching out for help, you got me in a riptide. You call me crazy now, but you don't understand. I'm calling out to you. Can you hear a thing? 'Cause you lit the match that ignites the flame. I'm the TNT. അപ്പോൾ ഗൈസ് നമ്മൾ തണ്ണേമുക്കം ബണ്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റുമായിരിക്കും, നമ്മളിവിടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അങ്ങോട്ട് നമ്മുടെ വീട്ടിലോട്ട് പോകണ വഴിയാട്ടോ. അപ്പം ഞാൻ ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ നിങ്ങളുടെ അടുത്ത്. അപ്പോൾ എന്തിനാണ് വന്നതെന്ന് നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാമെന്നുള്ളവർ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ കാണാത്തവർ പോയി ആ വീഡിയോ ഒന്ന് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. എത്താറായിട്ടുണ്ട് ഗൈസ്, എത്തിയിട്ടുണ്ട്. അടിപൊളിയാട്ടോ. വരാത്തവർ ഇവിടെ വന്ന അടിപൊളിയാണ്, ഫുള്ള് വൈബാട്ടോ. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആദ്യത്തെ കാണുന്ന ആൾക്കാരാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് നമ്മുടെ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ബൈ.